ഇതിൽ കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാൻ ശ്രമിച്ചവർ ആരൊക്കെയാണെന്നും കേരളീയ സമൂഹത്തിന് ബോധ്യപ്പെട്ടിരിക്കുന്നു എന്നതാണ് കഴിഞ്ഞ ദിവസങ്ങളുടെ ഒരു ആകെത്തുകയായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. ദില്ലിയിൽ നിന്ന് സിബി കൂടി നമ്മളോടൊപ്പം ചേരുകയാണ്. സിബി, നോക്കൂ, ഇപ്പോൾ കേരളത്തിൽ ആർച്ച് ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ അടക്കം തുറന്നു പറയുന്നു സംസ്ഥാന സർക്കാർ ഈ വിഷയം പരിഹരിക്കാൻ കഴിയുമെന്ന വിശ്വാസം തന്നെയാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. അതായത് ഈ കഴിഞ്ഞ ദിവസം കിരൺ റിജിജു കൊച്ചിയിൽ വന്ന് നടത്തിയ വാർത്താ സമ്മേളനത്തിൻ്റെ അനന്തരഫലം ഇവിടെ സംസ്ഥാന സർക്കാർ പറഞ്ഞതായിരുന്നു സത്യം എന്ന തിരിച്ചറിവ് ഇവിടുത്തെ മനുഷ്യർക്ക് ഉണ്ടാകുന്നു എന്നതാണ്. ദേശീയ തലത്തിൽ മുനമ്പം ഇപ്പോൾ ഒരു തിരിച്ചടിയായി BJP വിലയിരുത്തുന്നുണ്ടോ? അവരുടെ ഒരു കാഴ്ചപ്പാട് ഈ വിഷയത്തിൽ എങ്ങനെയാണ്? മനു, തീർച്ചയായും നമുക്കറിയാം, ഈ വഖഫ് നിയമ ഭേദഗതി ഉൾപ്പെടെയുള്ള നിയമം കൊണ്ടുവരുമ്പോൾ മുൻപത്തെ ജനങ്ങളെ രക്ഷിക്കും, അല്ലെങ്കിൽ മുൻപത്തെ ജനങ്ങൾക്ക് അവരുടെ ഭൂമി ലഭിക്കുമെന്ന ചില അവകാശവാദങ്ങളായിരുന്നു BJP ലക്ഷ്യമിട്ട് അല്ലെങ്കിൽ BJP ഇത്തരത്തിൽ തെറ്റിദ്ധരിപ്പിച്ചത്. പ്രത്യേകിച്ച് നമുക്കറിയാം, പാർലമെൻറ്റിൽ ഈ ഒരു ബില്ല്, വഖഫ് ഭേദഗതി നിയമ ബില്ല് ലോക്സഭയിലും രാജ്യസഭയിലും വയ്ക്കുമ്പോൾ മുൻപത്തിൻ്റെ പേരെടുത്ത് പറഞ്ഞുകൊണ്ടായിരുന്നു പാർലമെൻ്ററി കാര്യമന്ത്രി കിരൺ റിജിജു ഈ വഖഫ് ബില്ല് അവതരിപ്പിക്കുമ്പോൾ തന്നെ പലതവണ എടുത്തു പറയുന്ന ഒരു സാഹചര്യമുണ്ടായി. പക്ഷേ പിന്നീട് കൊച്ചിയിലെത്തുമ്പോൾ അല്ലെങ്കിൽ കേരളത്തിലെത്തുമ്പോൾ അദ്ദേഹത്തിന് കൃത്യമായ അദ്ദേഹത്തിൻ്റെ നിലപാട് അല്ലെങ്കിൽ ഈ ഒരു വിഷയത്തിൽ ഇവരുടെ ഇരട്ടത്താപ്പ് കൃത്യമായി അവരിൽ നിന്ന് തന്നെ പുറത്തു വരുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാവുകയും ചെയ്തു. എന്തായാലും ഈ വഖഫ് നിയമ ഭേദഗതി എന്തിനാണ് കൊണ്ടുവന്നതെന്ന് വ്യക്തമാക്കുന്ന കാര്യങ്ങൾ നമുക്കിപ്പോൾ ഈ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ കഴിയും. ഇന്നലെ തന്നെ UP-യിൽ യോഗി ആദിത്യനാഥ് ഭരിക്കുന്ന UP-യിൽ 58 ഏക്കർ ഭൂമിയാണ് ഇന്നലെ വഖഫിൻ്റെ സ്വത്തുക്കൾ പിടിച്ചെടുത്തത്. അതായത് ഈ കൗശംബി ജില്ലയിലെ 58 ഏക്കർ ഭൂമി എന്ന് പറയുമ്പോൾ അവിടെ പള്ളിയും മദ്രസയും ഖബർസ്ഥാനവും വീടുമുള്ള 58 ഏക്കർ ഭൂമിയാണ് കൃത്യമായി രേഖകളില്ല എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഏറ്റെടുത്തത്. അതും സുപ്രീം കോടതിയിൽ നിന്നും ഈ മദ്രസകളുടെ സ്വത്തുക്കളുടെ തൽസ്ഥിതി നിലനിർത്തണമെന്ന് സുപ്രീം കോടതി ഉത്തരവിടുമ്പോഴാണ് ആ സമയത്ത് തന്നെയാണ് ഈ ഒരു ഏറ്റെടുക്കൽ നടക്കുന്നത് എന്നുള്ളതും ഏറെ ശ്രദ്ധേയമായ കാര്യം. ഉത്തരാഖണ്ഡിലും സമാനമായ രീതിയിൽ നിരവധി മദ്രസകൾ പൂട്ടുകയും നിരവധി ഭൂമികൾ പിടിച്ചെടുക്കുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം ഹരിയാനയിൽ ഏറ്റവും പഴക്കമേറുന്ന ഒരു മുസ്ലിം പള്ളി അവിടെ പൊളിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അങ്ങനെ വഖഫ് ഭൂമിയെല്ലാം തന്നെയും സർക്കാരിലേക്ക് കണ്ടുകിട്ടുന്ന ലെവലിൽ സ്വന്തമാക്കുന്ന അല്ലെങ്കിൽ മുസ്ലിം വിഭാഗത്തിൻ്റെ സ്വത്തുകൾ കൈയടക്കുന്ന രീതിയിലേക്ക് കൃത്യമായി വഖഫ് നിയമ ഭേദഗതിയെ ഉപയോഗിച്ചു തുടങ്ങിയിരിക്കുന്നു BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോഴാണ് നമുക്ക് മുൻപും ജനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ഒരു BJP ഇരട്ടത്താപ്പ് കൃത്യമായി മനസ്സിലാക്കുന്നതും. എന്തായാലും വഖഫ് നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ വലിയ തിരിച്ചടി സുപ്രീം കോടതി ഭാഗത്തും ഇന്നലെ ഉണ്ടായിരിക്കുന്നു. പ്രത്യേകിച്ച് വഖഫിൻ്റെ സ്വത്തുകളിൽ തൽസ്ഥിതി തുടരണം, കൂടാതെ വഖഫ് ബോർഡുകളിലോ കൗൺസിലുകളിലോ ഇനിയൊരു എക്സ് ഒഫീഷ്യോ അംഗങ്ങളെ അല്ലാതെ മറ്റാരെയും ആ മുസ്ലിങ്ങളായി അല്ലെങ്കിൽ മുസ്ലിം അല്ലാത്തവരെ അവിടെ നിയമിക്കരുത്. പുതിയ നിയമനം ഉണ്ടായാൽ അത് അസാധുവാക്കും. അതോടൊപ്പം തന്നെ വഖഫിൻ്റെ ഈ തർക്കഭൂമികളിൽ കളക്ടർമാർ തീരുമാനമെടുത്താൽ പോലും അവർക്ക് അന്വേഷിക്കാം. പക്ഷേ അതിൽ അന്തിമ വിധി വരുന്നവരെ ഇതിലൊരു തീരുമാനവും വഖഫ് ഭൂമി ഏറ്റെടുക്കുകയും ചെയ്യരുത് എന്നെല്ലാം തന്നെയും കർശനമായ നിർദ്ദേശം സുപ്രീം കോടതി നൽകിക്കഴിഞ്ഞു. ഒരു ഇടക്കാല ഉത്തരവ് നൽകിക്കഴിഞ്ഞിരിക്കുന്നു. സ്വാഭാവികമായും വലിയ തിരിച്ചടിയാണ് നരേന്ദ്രമോദി സർക്കാരിനും കേന്ദ്ര സർക്കാരിനും ഉണ്ടായതെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കൃത്യമായി ഈ വഖഫ് നിയമ ഈ മുനമ്പത്തെ സത്യം എന്താണെന്ന് നാട്ടുകാർ മനസ്സിലാക്കുന്ന സാഹചര്യമുണ്ടായി. അവിടെ BJPയുടെ ലക്ഷ്യം എന്തായിരുന്നു എന്ന് നാട്ടുകാർ മനസ്സിലാക്കുന്ന സാഹചര്യമുണ്ടായി. കോൺഗ്രസ് ഈ നാട്ടിൽ എന്താണ് ശ്രമിച്ചതെന്ന് നാട്ടുകാർ മനസ്സിലാക്കുന്ന സാഹചര്യമുണ്ടായി. അപ്പോൾ അങ്ങനെയാണ് സംഭവിച്ചിരിക്കുന്നത്. ഡോക്ടർ വർഗീസ് ചക്കാലൻ്റെ വാക്കുകളെ നമ്മൾ ആ രീതിയിൽ തന്നെ എടുക്കേണ്ടി വരും. ഒപ്പം തന്നെ ദേശീയ തലത്തിൽ വഖഫ് നിയമം BJP ഏത് തരത്തിൽ ഉപയോഗിക്കുന്നു BJP സർക്കാരുകൾ എന്ന കാഴ്ചയാണ് UP-യിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത്. അവിടെ പള്ളി പൊളിച്ചതിലൂടെ കഴിഞ്ഞ ദിവസം മധ്യപ്രദേശിൽ ഇത്തരത്തിൽ പള്ളി പൊളിക്കുന്നത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇതൊക്കെയാണ് വഖഫ് നിയമത്തിലൂടെ അവർ ഉദ്ദേശിച്ചതെന്ന് ഇവിടെ ഒരു നിമിഷമെങ്കിലും തെറ്റിദ്ധരിക്കപ്പെട്ടു പോയ മനുഷ്യരുണ്ടെങ്കിൽ മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും.